നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം വേഴത്തിന്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. വേഴം നേർഗതിയിൽ തന്റെ ഉച്ചരാശിയിലേക്ക് വരികയാണ്. വേഴം വീണ്ടും രാശി മാറിയാണ് ഇപ്പം. അതായത് നേരത്തെ കർക്കിടകൻ രാശിയിൽ നിന്നിരുന്ന വേഴം വക്രത്തിലായി അത് വീണ്ടും മിഥുനൻ രാശിയിലേക്ക് പോയി. അത് നിന്നിരുന്ന രാശിയിലേക്ക് പോയി. അപ്പൊ പുറകോട്ട് പോകുന്നതിനെയാണ് വക്രം എന്ന് പറയുന്നത്. അപ്പൊ പിന്നിലേക്ക് പോയി. എന്നാൽ ഇതാ വീണ്ടും മുന്നിലേക്ക് വരികയാണ്. അതിനെയാണ് നേർഗതി എന്ന് പറയുന്നത്. അപ്പൊ 2026 ജൂൺ 2-ാം തീയതി വെളുപ്പിന് 1:55 വേഴം തന്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു അല്ലെങ്കിൽ കടന്നു വരുന്നു. ഒരു ഗ്രഹം ഉച്ചരാശിയിൽ പ്രവേശിച്ചാൽ ആ ഗ്രഹത്തിന് ഫലദാനശേഷി കൂടും എന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. ഇപ്പൊ വേഴമാണ് ഉച്ചരാശിയിലേക്ക് വരുന്നത്. ഇപ്പൊ വേഴം സാധാരണ ഒരു ഗ്രഹമല്ല, സർവേശ്വര ഗ്രഹമാണ്. വേഴം പ്രസാദിച്ചാൽ എല്ലാ ഗ്രഹങ്ങളും പ്രസാദിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ വേഴം എന്ന് പറഞ്ഞത് വെറും സർവേശ്വര ഗ്രഹം മാത്രമല്ല. വേഴം സാമ്പത്തികപരമായ ഉന്നമനം ഉണ്ടാക്കുന്ന ധനകാരകനാണ് വേഴം. സന്താനകാരകനാണ് വേഴം. ഐശ്വര്യകാരകനാണ് വേഴം. ആത്മീയ കാരകനാണ് വേഴം. അപ്പൊ വേഴത്തിനെ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കാം. ധനം, ഐശ്വര്യം, സന്താനം, ആത്മീയം, ഇങ്ങനെ പല കാര്യങ്ങളും വേഴത്തിനെ കൊണ്ട് ചിന്തിക്കാം. ആ വേഴമാണ് ഉച്ചരാശിയിൽ നിൽക്കുന്നത്. അപ്പൊ ഡബിൾ ഫലം തരും ആ വേഴം. അപ്പോ ജ്യോതിഷവിധി പ്രകാരം ചന്ദ്രകേന്ദ്രത്തിൽ വേഴം വന്നാൽ അതിനെ ഗജകേസരി യോഗം എന്ന് പറയും. അപ്പൊ ചന്ദ്രന്റെ കേന്ദ്രസ്ഥാനത്ത്, അപ്പൊ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നക്ഷത്രങ്ങളാണ്, ഇല്ലേ? അപ്പൊ ചന്ദ്രന്റെ കേന്ദ്രസ്ഥാനത്തേക്ക് വേഴം വരെയാണ്. അപ്പൊ 1, 4, 7, 10 ഇതാണ് കേന്ദ്രസ്ഥാനങ്ങൾ. അങ്ങനെ വരുമ്പോൾ ചില രാശിക്കാർക്ക് ഗജരാജയോഗം വന്നു ചേരും. അത് ഏതൊക്കെ രാശികളാണ്? 1 എന്ന് പറഞ്ഞാൽ കർക്കിടകൻ രാശി, 4 എന്ന് പറഞ്ഞാൽ മേടൻ രാശി, പിന്നെ 7 മകരൻ രാശി, 10 തുലാൻ രാശി എന്നിവയാണ്. അപ്പൊ ചന്ദ്രകേന്ദ്രത്തിൽ 1, 4, 7, 10 കേന്ദ്രസ്ഥാനത്ത് വേഴം വരുമ്പോൾ ഈ 4 രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. ഈ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾക്കാണ് ഗജകേസരി യോഗം അല്ലെങ്കിൽ ഗജരാജയോഗം വരുന്നത്. എല്ലാവിധ നേട്ടങ്ങളും സമൂഹത്തിൽ മാന്യതയും പ്രശസ്തിയും വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. ഈ ഗജകേസരി യോഗം അല്ലെങ്കിൽ ഗജരാജയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ആനയെപ്പോലെ കരുത്തും സിംഹത്തെ പോലെ തേജസ്സും നൽകുന്ന ഒരു യോഗമാണ് ഇത്. അതുകൂടാതെ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒരു യോഗമായ ഹംസയോഗവും അല്ലെങ്കിൽ ഹംസയോഗത്തിന്റെ ഫലവും ഇവർക്ക് കിട്ടുന്നതാണ്. ചന്ദ്രകേന്ദ്രത്തിൽ വേഴം നിന്ന് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാവിധ നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാവുന്നതാണ്. സമൂഹത്തിൽ മാന്യതയും പ്രശസ്തിയും വർദ്ധിക്കാൻ ഇവർക്ക് ഈ സമയത്ത് അതിന് കഴിയുന്നതാണ്. പുരോഗതിയും ഐശ്വര്യവും, സമ്പൽ സമൃദ്ധിയും ഇവർക്ക് ഉണ്ടാകേണ്ടതാണ്.
ഈ യോഗം ഗ്രഹങ്ങളുടെ സഞ്ചാരം കൊണ്ട് ഗോചരപരമായി ഉണ്ടാവുന്ന ഒന്നാണ്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഈ ഗജരാജയോഗത്തിന്റെ ഫലം ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇത് ഈ രാശിക്കാരെ സംബന്ധിച്ച്, അതായത് കർക്കിടകം, മേടം, മകരം, തുലാം, ഈ 4 രാശിക്കാരെ പറ്റിയുള്ള ഒരു സാമാന്യ വിവരമാണ് ഞാൻ ഇവിടെ ഇപ്പൊ സൂചിപ്പിച്ചത്. ഇനി തുലാക്കൂറുകാർക്ക് ഈ വേഴത്തിന്റെ മാറ്റം മൂലം ഉണ്ടാകുന്ന ഫലം. അപ്പൊ 10 അവരുടെ കേന്ദ്രസ്ഥാനം 10. തുലാക്കൂറുകാരുടെ 10 വേടം നിൽക്കുന്നത്, 10ലാണ്. ഈ 10 എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മസ്ഥാനവും കൂടിയാണ്. അപ്പൊ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാലി, ഈ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ വരുന്നത്. ഇവർക്ക് വേഴമാറ്റം മുതൽ ഗജകേസരി യോഗമാണ് വരുന്നത്. ഇവരുടെ 10ാം ഭാവത്തിൽ കേന്ദ്രസ്ഥാനത്ത് വേഴം വരുന്നത് കർമ്മഭാഗത്തേക്കാണ്. അപ്പൊ കർമ്മപരമായ പുരോഗതി ഇവരെ സംബന്ധിച്ച് ഉണ്ടാവും. ചിത്തിരക്കാർക്ക് കഠിനാധ്വാനത്തിന്റെ ഫലം കിട്ടും. ഇവരെ സംബന്ധിച്ച് സമൂഹത്തിൽ പദവിയും അംഗീകാരങ്ങളും ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ചോദിക്കാരെ സംബന്ധിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ ഒരു സമയമായിരിക്കും. പുതിയ ബിസിനസ് ആരംഭിക്കാനും ഇവർക്ക് കഴിയുന്നതാണ്. വിശാഖംകാരെ സംബന്ധിച്ച് തൊഴിൽപരമായ ഉന്നതിയും സാമ്പത്തികമായ നേട്ടങ്ങളും പുതിയ കർമ്മ മേഖലകളിൽ പ്രവർത്തനം നടത്താനും ഇവർക്ക് കഴിയുന്ന ഒരു സമയമായിരിക്കും. വേഴം ഉച്ചത്തിൽ നിൽക്കുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം സർവൈശ്വര്യങ്ങൾ കിട്ടുന്ന ഒരു സമയമായിരിക്കും. തൊഴിൽ രംഗത്ത് വലിയ അംഗീകാരങ്ങളും സ്ഥാനക്കയറ്റങ്ങളും പ്രമോഷനുകളും ശമ്പള വർധനയും ഒക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ പല ഉത്തരവാദിത്തങ്ങളും ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടും വരും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അവർ വിചാരിക്കുന്ന തൊഴിൽ തന്നെ കിട്ടാനും സാധ്യതയുണ്ട്. കേന്ദ്രഭാവത്തിൽ വേഴം ഉച്ചത്തിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹംസയോഗ ഫലങ്ങൾ തരുന്നതാണ്. ചെയ്യുന്ന പ്രവർത്തികളിൽ സത്യസന്ധതയും കൃത്യതയും ഇവർക്ക് ഈ സമയത്ത് ധാരാളം ആയിട്ടുണ്ടാവും. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അവർക്കും പൊതുപ്രവർത്തകർക്കും വളരെ നേട്ടങ്ങൾ ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. ജോലി സംബന്ധമായ ഉന്നതിയും സാമ്പത്തിക മേഖലകളിൽ നേട്ടങ്ങളും ഇവർക്ക് കിട്ടാവുന്നതാണ്. ജോലിയിൽ പ്രമോഷൻ, സ്ഥാനക്കയറ്റം, മേലാധികാരികളുടെ പ്രശംസ, ഇതെല്ലാം ഇവർക്ക് വന്നു ചേരുന്നതാണ്. ദേവാലയങ്ങളിൽ സന്ദർശനം നടത്താനും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടാനും ഇവർക്ക് ഈ സമയം അതിനുള്ള വഴി തെളിയിക്കുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ ഇവർക്ക് സംബന്ധിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ഇടവരും. അപ്പൊ തുലാക്കൂറുകാരെ സംബന്ധിച്ച് വേഴത്തിന്റെ ഈ രാശിമാറ്റം, ഈ ഉച്ചരാശിയിലേക്കുള്ള രാശിമാറ്റം തുലാക്കൂറുകാർക്ക് കർമ്മത്തിൽ ആണ് വേഴം വരുന്നത് കൊണ്ട് കർമാനുഭവങ്ങളിൽ വളരെയധികം പ്രശസ്തിയും പേരും പെരുമയും നേടാൻ ഇവർക്ക് ഈ സമയം അതിന് അവസരം വരുന്നതാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം, എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.